നമുക്കൊപ്പം ഹരിമോഹൻ കൂടി തുടരുന്നുണ്ട്. ഹരിമോഹൻ, ഗുഡ് മോർണിംഗ് ഹരി. ഈ SIT ചില വിവരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങൾ എവിടെയാണ്? നമ്മുടെ നിഗമനം ശരിയായിരുന്നു, കർണാടകയിലായിരുന്നു ഏറിയ പങ്കും ഒളിവിൽ കഴിഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. കോയമ്പത്തൂർ, ബംഗളൂരു, എംബഹൌഡ അടക്കം, ഹുസൂർ അടക്കമുള്ള സ്ഥലങ്ങളിലാണ്. അവിടെയൊക്കെ പ്രാദേശിക നേതൃത്വത്തിന്റെ, യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിന്തുണ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഈ 8 ദിവസങ്ങൾ എവിടെയൊക്കെ 8 ഇടങ്ങളിലായിട്ട് മാറി കഴിഞ്ഞു എന്നാണോ SIT പറയുന്നത്? എവിടെയൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയാൻ ഉപയോഗിച്ചത്? ആരുടെയൊക്കെ പിന്തുണയും സഹായവും കിട്ടി എന്നാണ് SIT കരുതുന്നത്? ഹരി. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒളിവ് ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏറെക്കുറെ SIT പൂർണ്ണമായി ശേഖരിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ്. നമ്മൾ നേരത്തെ കണക്ക് കൂട്ടിയതുപോലെ, അല്ലെങ്കിൽ നേരത്തെ നമുക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇവിടെ നിന്നുള്ള ഒരു റൂട്ട് മാപ്പ് ഏറെക്കുറെ കൃത്യം തന്നെയാണ്. അതായത് കോയമ്പത്തൂരിൽ ചെല്ലുന്നു, കോയമ്പത്തൂരിൽ നിന്ന് ബാംഗ്ലൂരിൽ ചെല്ലുന്നു, അവിടെ നിന്ന് നേരെ കെമ്പഗൌഡയിലേക്ക് ചെല്ലുന്നു, പിന്നീടാണ് ബംഗളൂരുവിൽ പോകുന്നത്, അവിടെ നിന്ന് കോറമംഗലയിലേക്ക് പോകുന്നു, പിന്നീട് ഹൊസൂരിലേക്ക് തിരിച്ചു വരികയാണ്. അതിനിടയ്ക്കാണ് മുത്തുകടഹള്ളി, ബൊമ്മസാന്ദ്രയും അടക്കമുള്ള സ്ഥലങ്ങളിൽ കൂടി രാഹുൽ ഒളിവ് ജീവിതം നയിച്ചത് എന്നുള്ളതാണ് SITയുടെ ഒരു കണ്ടെത്തൽ. പക്ഷേ ഇതിനകത്ത് SIT പറയുന്നത് ഒരു സ്ഥലത്ത് ഒന്നിലധികം തവണ താമസിച്ചിട്ടില്ല. ആകെയുള്ളത് 5 മണിക്കൂർ താമസിക്കും, പരമാവധി 5 മണിക്കൂർ താമസിക്കും. അതിനപ്പുറത്തേക്ക് രാഹുൽ ഒരു സ്ഥലത്ത് സ്ഥിരമായി നിന്നിട്ടില്ല എന്ന് തന്നെയാണ്. ഈ നിന്ന സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ ബാംഗ്ലൂരിലെ സ്ഥലത്ത് ഒരു 15 ഏക്കറിലുള്ള ഒരു റിസോർട്ടാണ്. ആ റിസോർട്ടിലാണ് അവിടെ താമസിച്ചത്. മാത്രമല്ല അതിന് സഹായം ചെയ്തു കൊടുത്തത് റിയൽ എസ്റ്റേറ്റുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇയാളെക്കുറിച്ച് SIT നേരത്തെ തന്നെ അന്വേഷിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ ബംഗളൂരുവിൻ്റെ അർബൻ മേഖലയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ മുത്തുകടഹള്ളി, ബൊമ്മസാന്ദ്ര പോലുള്ള സ്ഥലങ്ങളിൽ താമസിച്ചു എന്നുള്ള വിവരം ലഭിച്ചത്. അവിടെ 3000 ഏക്കറിലുള്ള ഒരു ഫാം ഹൗസിൽ താമസിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കെമ്പഗൌഡയിലെ ഒരു ഹോട്ടലിൽ താമസിച്ചു എന്നുള്ള വിവരം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൂടാതെ ഒരു അഭിഭാഷകയുടെ വില്ലയിൽ താമസിച്ചു തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെയാണ് SIT ഇതിനോടകം ശേഖരിച്ചത്. മാത്രമല്ല പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൃത്യമായി സഹായിച്ചിട്ടുണ്ട്. പോലീസിന്റെ നീക്കങ്ങൾ കർണാടക പോലീസിന്റെ സഹായത്തോടു കൂടി ലഭിച്ചിട്ടുണ്ട് അവർക്ക് എന്നുള്ള വിവരം കൂടി SITക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കൃത്യമായ സഹായത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിന് കൃത്യമായി ഈ 8 ഒളിത്താവളങ്ങളിൽ താമസിക്കാൻ കഴിഞ്ഞതും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഇത്രയും ദിവസം അവിടെ തുടരാൻ കഴിഞ്ഞതും എന്നുള്ളതാണ് SITയുടെ നിഗമനം. ഹരി, ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ അഭിഭാഷകനെ കണ്ടു. SITയുടെ നീക്കം എന്താണ്? തിങ്കളാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ SITയുടെ മുന്നിൽ ഹാജരാകും. ആ സമയത്ത് തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവ് വരികയും ചെയ്യും. മുൻകൂർ ജാമ്യാപേക്ഷ നിരസിക്കുകയാണെങ്കിൽ, അഥവാ ഹൈക്കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആശ്വാസം കിട്ടിയില്ലെങ്കിൽ ആ നിമിഷം തന്നെ SIT കസ്റ്റഡിയിൽ എടുക്കൂലേ? തീർച്ചയായിട്ടും ഒരു അങ്ങനെ ഒരു സാധ്യത തന്നെ മുന്നിലുണ്ട്. പ്രത്യേകിച്ച് തിങ്കളാഴ്ച തന്നെ ഇതേ ഒരേ ദിവസമാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് രാഹുൽ പൊതുവിടത്തിലേക്ക് വന്നതുകൊണ്ട് തന്നെ രാഹുൽ തിങ്കളാഴ്ച ഹാജരായേക്കും. മാത്രമല്ല രാഹുലിന് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു നോട്ടീസ് കൊടുക്കാൻ കൂടി SIT തീരുമാനിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഹാജരാകുന്നതുമായി ബന്ധപ്പെട്ട് 10 മണി 11 മണിയോടുകൂടി തന്നെ ഹാജരാകണമെന്നുള്ളതായിരിക്കും SIT ആവശ്യപ്പെടുക. പക്ഷേ മറ്റൊരു സാധ്യത കൂടിയുണ്ട്. അതായത് ഈ മുൻകൂർ ജാമ്യം ഏതെങ്കിലും നിലയ്ക്ക് കിട്ടിയാൽ പോലും ഒരു സാധ്യത നിലനിൽക്കുന്നത് ഈ രണ്ടാമത്തെ കേസിൽ എന്തെങ്കിലും തരത്തിലുള്ള തെളിവെടുപ്പിന് രാഹുലിനെ കൂടെ കൂട്ടേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കാം എന്നുള്ളൊരു ഉപാധി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിനെ ചോദ്യം ചെയ്ത് ഉടനെ തന്നെ വിട്ടയക്കേണ്ട കാര്യം നിലവിൽ SITക്കില്ല. അങ്ങനെ എന്തെങ്കിലും തെളിവെടുപ്പുണ്ടെങ്കിൽ രാഹുലിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ആ തെളിവെടുപ്പ് പൂർത്തിയായ ശേഷം മാത്രം വിട്ടയച്ചാൽ മതി എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി SITയുടെ മുൻപിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞാൽ, ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു വിധി വന്നു കഴിഞ്ഞാൽ ഉറപ്പായും ആദ്യത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ എടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് SITയുടെ നിലപാട്. കാരണം ആദ്യത്തെ കേസിൽ കൃത്യമായ തെളിവുകൾ ഇപ്പോൾ SITയുടെ കൈകളിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സെഷൻസ് കോടതിയിൽ നിന്ന് ആദ്യം മുൻകൂർ ജാമ്യം തള്ളിയതും. അതുകൊണ്ട് ആദ്യത്തെ കേസിൽ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് SIT കരുതുന്നത്.